സമരം ചെയ്യുന്ന ആശാ വർക്കർമാർക്കെതിരെ വീണ്ടും ആക്ഷേപവുമായി CPM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം. സമരം നടത്തുന്നത് ഏതോ ഒരു ഈർക്കൽ സംഘടനയാണെന്നും മാധ്യമശ്രദ്ധ കിട്ടിയപ്പോൾ സമരം ചെയ്യുന്നവർക്ക് ഹരമായെന്നും എളമരം കരീം പരിഹസിച്ചു. കൊച്ചിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് എളമരം കരീം ഇക്കാര്യം പറഞ്ഞത്. തൊഴിലാളി സംഘടനയായ CITUവിന്റെ നേതാവ് കൂടിയാണ് കരീം. ഇതും ഏതോ ഒരു ഈർക്കിൾ സംഘടന, അവർക്ക് ഒറ്റക്ക് അവരുടെ സംഘടനാ ശക്തി കൊണ്ടൊന്നല്ല ഇത് സംഭവിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ ആരോ ഉണ്ടാവാം. പിന്നെ നല്ല മീഡിയ അറ്റൻഷൻ കിട്ടിയപ്പോൾ അവർക്കൊരു ഹരമായി. പിന്നെ മഹിളാ കോൺഗ്രസ് വന്ന് മന്ത്രിയുടെ ഓഫീസ് വീട്ടിലേക്ക് തള്ളിക്കയറുന്നു, എല്ലാ ദിവസവും വാർത്ത വരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റി എന്നുള്ളൊരു ആവേശത്തിലായിരിക്കാം അവർ കണ്ടിന്യൂ ചെയ്യുന്നത്. അതല്ലാതെ തൊഴിലാളികളുടെ പ്രശ്നം പരിഹരിക്കാൻ ഈ വിധത്തിലല്ല. ആരോഗ്യമേഖലയിലെ പ്രവർത്തനം സ്തംഭിപ്പിക്കുന്ന സമരത്തിലേക്ക് ഒരിക്കലും ട്രേഡ് യൂണിയനുകൾ പോകാറില്ല. ഈ സമരം ചെയ്യുന്ന ആളുകൾക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. അവരെന്തോ ചെയ്യുന്നു. ഇതിന്റെ ഭാഗമായി ആരോഗ്യമേഖലയിലെ കണക്കെടുപ്പുകൾ, സർവേകൾ ഒന്നും നടക്കാതെയാകും. ഇതെല്ലാം കേന്ദ്രം ആവിഷ്കരിക്കുന്ന പദ്ധതിയാണ്. സർവേകൾ യഥാസമയം നമ്മളെടുത്തു കൊടുത്തില്ലെങ്കിൽ ആ രോഗനിർമ്മാർജ്ജനത്തിന് കേന്ദ്രം നൽകുന്ന ഫണ്ട് നഷ്ടപ്പെടും. അപ്പോൾ ഇത്തരം ജോലികൾ അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെച്ച് പോകുന്നത് ശരിയല്ല. ഒരു ദിവസമോ 2 ദിവസമോ ആണെങ്കിൽ എങ്ങനെയെങ്കിലും സഹിക്കാമെന്നും എളമരം കരീം പറഞ്ഞു. സർക്കാർ അവരോട് ജോലിക്ക് കയറാൻ പറഞ്ഞത് സമരം പൊളിക്കാനല്ലെന്നും എളമരം കരീം കൂട്ടിച്ചേർത്തു. തുടർച്ചയായ 3-ാം ദിവസമാണ് എളമരം കരീം സമരം ചെയ്യുന്ന ആശാ വർക്കർമാർക്കെതിരെ പരിഹാസമുയർത്തുന്നത്. തിങ്കളാഴ്ച ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ സമരത്തിന് പിന്നിൽ അരാജക സംഘങ്ങളാണെന്നും പറഞ്ഞിരുന്നു. മൂന്നാറിൽ പെമ്പിളയൊരുമയിൽ നടത്തിയ സമരത്തിന്റെ തനിയാവർത്തനമാണിത്. ഇതേ മാതൃകയിൽ ആശാവർക്കർമാരെ തെറ്റിദ്ധരിപ്പിച്ചാണ് സമരം ആരംഭിച്ചതെന്നും അദ്ദേഹം ലേഖനത്തിൽ എഴുതി. സമരത്തിനു പിന്നിൽ പാട്ടപ്പിരിവ് സംഘങ്ങളാണെന്നും ചൊവ്വാഴ്ച കരീം കൊല്ലത്ത് പറഞ്ഞത്. പെമ്പിളയൊരുമൈ സമരവുമായി ആശാവർക്കർമാരുടെ സമരത്തെ വീണ്ടും താരതമ്യപ്പെടുത്തിയ കരീം കേരളത്തിലെ 27,000 ആശാവർക്കർമാരിൽ വളരെ കുറച്ചുപേർ മാത്രമാണ് ഇപ്പോൾ സമരം ചെയ്യുന്നതെന്നും പറഞ്ഞിരുന്നു.